എല്ലാവർക്കും സ്റ്റെപ്പ് 2 PSCയുടെ പുതിയ ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് PSCയിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 5 വിഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ ലോ ഡിവിഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ, പോളിസി റിസർച്ച് പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാം ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ, അഞ്ചാമത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 5 വിഭാഗങ്ങൾ? ലോ ഡിവിഷൻ, ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ, പോളിസി റിസർച്ച് പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാം ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ, അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലുള്ള മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലുള്ള മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നതും രാഷ്ട്രപതിക്കാണ്. മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതാത് സംസ്ഥാന സർക്കാരിനുമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാനത്താണെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പോൾ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പാട്ടീലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പാട്ടീലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? അല്ലെങ്കിൽ ആദ്യ മലയാളി എന്ന് ചോദിച്ചാലും ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത അല്ലെങ്കിൽ ആദ്യ മലയാളി വനിത അല്ലെങ്കിൽ ആദ്യ മലയാളി എന്ന് ചോദിച്ചാലും ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമവിഭാഗം അറിയപ്പെടുന്ന എന്താണ്? രജിസ്ട്രാർ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിയമവിഭാഗം അല്ലെങ്കിൽ ലോ ഡിവിഷൻ എന്ന് പറയും. അത് രജിസ്ട്രാർ ആണ്. ആകെ അംഗസംഖ്യ എത്രയാണ്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആകെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. ആകെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗമാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് B രാമസുബ്രഹ്മണ്യനാണ്. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് B രാമസുബ്രഹ്മണ്യനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തി
ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തി ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ സെക്രട്ടറി ജനറൽ RV പിള്ളയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ സെക്രട്ടറി ജനറൽ RV പിള്ള. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യം നിർവഹണ ഉദ്യോഗസ്ഥൻ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ജനറൽ ആണ്. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ആണ്. ആദ്യത്തെ സെക്രട്ടറി ജനറൽ RV പിള്ളയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ഭരത് ലാലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഭരത് ലാലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ശ്രീമതി വിജയഭാരതി സയാനി ഉണ്ട്, പ്രിയങ്ക് കാനൂൻ ഗോയ് ഉണ്ട്, ബിദൂത് രാജൻ സാരംഗി ഉണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ശ്രീമതി വിജയഭാരതി സയാനി, പ്രിയങ്ക് കാനൂൻ ഗോ, ബിദുത് രാജൻ സാരംഗി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു നിയമം വഴി രൂപീകരിക്കപ്പെട്ടതല്ലേ? 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ നിയമം വന്നതുകൊണ്ട് നിയമത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.